പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഫസ്റ്റ് ഇയറിലെ മോഡൽ എക്സാമിനേഷൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ രണ്ടാം ഭാഗം, ഇതിൽ കുറച്ച് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, ഏതാണ്ട് 12ഓളം ക്വസ്റ്റ്യൻസ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ആൻസേഴ്സ് എഴുതാനുള്ള ഒരു സ്കോപ്പ് ഇവിടെ കാണാം. 25 മുതൽ 36 വരെ 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. Imagine that Helen Keller's mother is writing her diary after the arrival of Anne Sullivan. Prepare the possible diary entry of Helen Keller's mother. ഹെലൻ കെല്ലർ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ഹെലൻ കെല്ലറിൻ്റെ അമ്മ ഒരു ഡയറി എഴുതുകയാണ് അല്ലേ. ആ ഡയറി എൻട്രി എന്തായിരിക്കും? നമ്മൾ സാധാരണ ഡയറി എഴുതുമ്പോൾ ചെയ്യുന്നത് പോലെ ഇതിപ്പോൾ 1887 എന്നുള്ളത് ആൻ സലിവൻ ഹെലൻ കെല്ലറുടെ വീട്ടിലേക്ക് വന്ന വർഷമാണ്. അപ്പോൾ ആ ഒരു വർഷത്തോടനുബന്ധിച്ച ഒരു ഡേറ്റാണ് ഇട്ടിട്ടുള്ളത്, സാറ്റർഡേ. എ 20-year-old angel has come to vitalize my little Helen. 20 വയസ്സായ ഒരു ഏഞ്ചൽ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഹെലനെ വൈറ്റലൈസ് ചെയ്യാൻ, ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. ആൻ സലിവൻ ഈസ് വർക്കിംഗ് വണ്ടേഴ്സ് ഓൺ ഹെർ. പേര് ആനി സലിവൻ. എൻ്റെ മകൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് അവർ. സലിവൻ ഷോസ് ഗ്രേറ്റ് മെച്യൂരിറ്റി ആൻഡ് ഇൻജെന്യൂറ്റി ഇൻ ടീച്ചിങ് കെല്ലർ. സലിവൻ ഒരുപാട് മെച്യൂരിറ്റിയും അതുപോലെ തന്നെ ഇൻജെന്യൂറ്റിയും എന്ന് വെച്ചാൽ വൈഭവവും കാണിക്കുന്നത് കെല്ലറിനെ പഠിപ്പിക്കാൻ വേണ്ടി. She wants to help Keller make associations between words and physical objects. എന്തെങ്കിലും വേർഡ്സ് പഠിപ്പിക്കുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കളെ എല്ലാം ബന്ധിപ്പിച്ചിട്ടാണ് കെല്ലറിനെ പഠിപ്പിക്കുന്നത്. അസോസിയേഷൻസ് കൊണ്ട് അതാണ് ബന്ധപ്പെടുത്തുക. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ വസ്തുവിനെ ഫീൽ ചെയ്യിക്കുക, തൊടുകയോ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. ഡ്യൂറിങ് വൺ ലെസൺ ഒരിക്കൽ ഷീ ഫിംഗർ സ്പെൽ ദ വേർഡ് വാട്ടർ. ഫിംഗർ സ്പെൽ ജെസ്റ്റേഴ്സ് കൊണ്ട് സ്പെല്ല് ചെയ്യുക. ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെ ട്രെയിൻ ചെയ്യുകയാണ് വിരല് കൊണ്ടുള്ള ഒരു ലാംഗ്വേജ്. വാട്ടർ എന്ന കെല്ലറിൻ്റെ ഒരു കൈയിൽ ഫിംഗർ സ്പെല്ല് ചെയ്ത സമയത്ത് ഷീ റാൻ വാട്ടർ ഓവർ സ്റ്റുഡൻസ് അതർ ഹാൻഡ്. തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ മറ്റേ കൈയിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയും ചെയ്തു. ഇവിടെയാണ് അസോസിയേഷൻ. ആൻ ഈസ് ട്രൈങ് ടു കണക്ട് ദ കോൺസെപ്റ്റ് ഓഫ് സൈൻ ലാംഗ്വേജ് വിത്ത് ദ ഒബ്ജക്ട്സ് അറൗണ്ട് ഹെർ. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ആൻ ശ്രമിക്കുകയായിരുന്നു എന്തിന്? ടു കണക്ട് ദ കോൺസെപ്റ്റ് ഓഫ് സൈൻ ലാംഗ്വേജ്. സൈൻ ലാംഗ്വേജിനെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ആൻ സലിവൻ. ഐ എം ഷുവർ ദാറ്റ്, എനിക്ക് ഉറപ്പുണ്ട്, ഷീ ക്യാൻ സോഷ്യലൈസ് ഹെർ വൈൽഡ് സ്റ്റബേൺ 6-year-old സ്റ്റുഡൻറ് സോൺ. എനിക്കുറപ്പുണ്ട്, സ്റ്റബേൺ ആയിട്ടുള്ള, അതായത് മർക്കടമുഷ്ടിക്കാരിയായിട്ടുള്ള പിടിവാശിയുള്ള 6 വയസ്സുകാരിയായ ആ കുട്ടിയെ സോഷ്യലൈസ് ചെയ്യാൻ, സമൂഹവുമായിട്ട് ബന്ധിപ്പിക്കാൻ, ആളുകളുമായൊക്കെ കണക്ട് ചെയ്യുന്ന പാകത്തിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്ന്. ഐ റിയലി അപ്രീഷിയേറ്റ് ഹെർ വണ്ടർഫുൾ ടെക്നീക്സ് ആൻഡ് ഹാർഡ് വർക്ക്. തീർച്ചയായിട്ടും അവരുടെ അത്ഭുതാവഹമായിട്ടുള്ള ടെക്നീക്സ്, ടീച്ചിങ് ടെക്നീക്സും അവരുടെ കഠിനാധ്വാനവും, അതിനെ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. കേറ്റ് ആഡംസ് എന്നാണ് ഹെലൻ കെല്ലറിൻ്റെ അമ്മയുടെ പേര്. അടുത്ത ചോദ്യം. വാഷിംഗ്ടൺ വാസ് ഹേർട്ട് ആൻഡ് ഷോക്ക്ഡ് ടു ഹിയർ ദാറ്റ് ഹിസ് ഫ്യൂച്ചർ പ്രൊജക്ട് വാസ് ടേക്കൺ ഓഫ്. വാഷിംഗ്ടൺ റൂബ്ലിങ്ങിന് വേദന ഉണ്ടാവുകയാണ്, അതുപോലെ തന്നെ മൂപ്പർക്കൊരു ഷോക്ക് ആവുകയാണ്. എന്ത് കാര്യം കേൾക്കുവാണ്? ടു ഹിയർ ദാറ്റ് ഹിസ് ഫ്യൂച്ചർ പ്രൊജക്ട് വാസ് ടേക്കൺ ഓഫ്. തൻ്റെ ആ ഭാവി പരിപാടി ഉപേക്ഷിക്കുകയാണ്, ഇനി അങ്ങോട്ട് പാലം നിർമ്മിക്കുന്ന പരിപാടി ഉപേക്ഷിക്കുകയാണെന്ന് കേട്ടപ്പോൾ മൂപ്പർക്ക് ചെറുതായിട്ടൊന്ന് വേദനിക്കുകയാണ്. എമിലി ഹിസ് വൈഫ് അണ്ടർസ്റ്റുഡ് ദ ഡിസപ്പോയിൻമെൻറ്റ് ഓഫ് ഹെർ ഹസ്ബൻഡ്. എമിലിക്ക് ആ കാര്യത്തിൽ നിരാശയുണ്ടാകുന്നു. She sends an email to the crew and engineers calling them to restart the project. ഇപ്പോൾ എൻജിനീയേഴ്സിനെയും അതുപോലെ തന്നെ വർക്കേഴ്സിനെയും ഒക്കെ വിളിക്കുകയാണ് അല്ലേ. നമുക്ക് പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻജിനീയേഴ്സിനെയൊക്കെ വിളിക്കുകയാണ്, ക്രൂവിനെയും വർക്കേഴ്സിനെയും. അങ്ങനെ പറഞ്ഞിട്ടൊരു മെയിൽ അയക്കാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സാധാരണത്തെ പോലെ ഒരു മെയിലിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എഴുതണം അല്ലേ. ഫ്രമിലൊരു മെയിൽ ഐ ഡി, ഒരു ഇമാജിനറി മെയിൽ ഐ ഡി എഴുതിയിട്ടുണ്ട്, emily.rubling@gmail.com. ടു എൻജിനീയേഴ്സിനാണ് അയക്കുന്നത്. അപ്പോൾ നമുക്കൊരു മെയിൽ ഐ ഡി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, engineers4um3@hotmail.com. ഇപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ ഈ ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ഉണ്ടാക്കി എഴുതാൻ പ്രയാസമൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ. അപ്പോൾ 2 ഇമെയിൽ ഐ ഡി ഫ്രം ടു ആയിട്ട് എഴുതുക. പിന്നെ ഒരു സബ്ജക്റ്റ് ഇവിടെ ഇതാണ്, അതായത് ബ്രിഡ്ജ് പ്രൊജക്റ്റ് റെസ്യൂം ചെയ്യുക. അവരുടെ ആ പാല നിർമ്മാണം പുനരാരംഭിക്കലാണല്ലോ, റെസ്യൂമിംഗ് ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റെസ്യൂമിംഗ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പ്രൊജക്റ്റ് റിഗാർഡിംഗ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഡിയർ സേഴ്സ്, ഒന്നിലധികം എഞ്ചിനീയേഴ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളൊരു മെയിലാണത്. അതുകൊണ്ടാണ് ഡിയർ സേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ സേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്
ഇത് അവസാനിപ്പിക്കേണ്ടത് US ഫെയ്ത്ത്ഫുള്ളിയിലാണ് നമുക്കറിയാം. ഓക്കെ, തുടങ്ങി നോക്കാം. ഐ ആം എമിലി വാറൻ റൂബ്ലിംഗ്. ഞാൻ ആരാണെന്ന് പറയുകയാണ്. എമിലിയാണ്, വൈഫ് ഓഫ് വാഷിങ്ടൺ റൂബ്ലിംഗ്, റൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഹിം. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ എഴുത്തെഴുതുന്നത്, ഈ മെയിൽ അയക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. സം അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഫോഴ്സ്ഡ് അസ്. ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ നിർബന്ധിതരാക്കി. എന്തിന്? ടു സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ ഓഫ് അവർ ഡ്രീം പ്രൊജക്റ്റ് ടെമ്പററിലി. താൽക്കാലികമായിട്ട് നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഇറ്റ്സ് സോ ഷോക്കിംഗ് ടു ഹിയർ ദ ന്യൂസ് ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് ഡിസൈഡഡ് ടു ബി ടേക്കൺ ഓഫ്. ഈ ഒരു പ്രൊജക്റ്റ് അവസാനിപ്പിക്കുകയാണ് എന്ന് കേൾക്കുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അത് വളരെ ഷോക്കിംഗ് ആയ ന്യൂസാണ്. ഇറ്റ് വുഡ് ബി എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ എൻജിനീയേഴ്സ്. ഇപ്പോൾ എൻജിനീയേഴ്സിനെല്ലാം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇഫ് ദ ബ്രിഡ്ജ് ഹാഡ് ബീൻ കൺസ്ട്രക്റ്റഡ്. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ. നൗ ഐ ആം ഡിലൈറ്റഡ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇപ്പോൾ. ടു അക്നോളജ് ദാറ്റ്. അക്നോളജ് എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നാണ് അർത്ഥം. ദാറ്റ് ദ പ്രൊജക്റ്റ് ക്യാൻ ബി കണ്ടിന്യൂഡ്. നമുക്ക് ഈ പ്രൊജക്റ്റ് തുടരാം അണ്ടർ ദ ഗൈഡൻസ് ഓഫ് മിസ്റ്റർ വാഷിങ്ടൺ ഹിംസെൽഫ്. ഇപ്പോൾ വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നറിയിക്കുന്നതിൽ, എന്ന് അക്നോളജ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹിസ് അൺറിലൻറ്റിങ് പാഷൻ, അൺഎൻഡിങ് പാഷൻ, ഒരിക്കലും അവസാനിക്കാത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, ഫോർ ദ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ളത്. ഇറ്റ് ബേൺസ് സ്റ്റഡിലി വിത്തിൻ ഹിസ് ഹാർട്ട്. അവൻ്റെ ഹൃദയത്തിൽ അതങ്ങനെ ഇപ്പോഴുമുണ്ട്, ആളി കത്തിക്കൊണ്ട് ആ ഒരു പാഷൻ. വാഷിങ്ടൺ ഹാസ് സ്റ്റാർട്ടഡ് ഗിവിങ് ഇൻഡിക്കേഷൻസ് ബൈ ടാപ്പിംഗ് ഹിസ് ഫിംഗർ ഓൺ മൈ ആം. വാഷിങ്ടണിന് ഇപ്പോൾ ഒരു കാര്യത്തിന് സാധിക്കും. ഹീ ക്യാൻ ഗിവ് ഇൻഡിക്കേഷൻസ്, ചില സൂചനകൾ അദ്ദേഹത്തിന് നൽകാൻ സാധിക്കും. ബൈ ടാപ്പിംഗ് ഹിസ് ഫിംഗർ ഓൺ മൈ ആം, എൻ്റെ കയ്യിൽ ടാപ്പ് ചെയ്തുകൊണ്ട്, തട്ടിക്കൊണ്ട് ചില നിർദ്ദേശങ്ങൾ തരാൻ അദ്ദേഹത്തിന് സാധിക്കും. ലാസ്റ്റ് ഡേ ഹി ടാപ്ഡ് ഇൻഡിക്കേറ്റിംഗ്, അദ്ദേഹം എൻ്റെ കയ്യിൽ കൊട്ടി, ടാപ്പ് ചെയ്തു, സൂചിപ്പിച്ചുകൊണ്ട് ടു കോൾ ദ ക്രൂ ആൻഡ് എൻജിനീയേഴ്സ് ബാക്ക്. അപ്പോൾ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ എൻജിനീയേഴ്സിനെയും തിരികെ വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ കയ്യിലൊന്ന് ടാപ്പ് ചെയ്യേണ്ടായി. ഐ ഡു പ്രോമിസ് യു ദാറ്റ്, എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ സാധിക്കും. ഐ വിൽ ആക്ട് ആസ് എ മെസ്സഞ്ചർ ഇൻ ബിറ്റ്വീൻ ദ കൺസ്ട്രക്ഷൻ ടീം ആൻഡ് വാഷിങ്ടൺ. വാഷിങ്ടണിനെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാകാൻ, അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ ആകാൻ, ദൂതനാവാൻ വേണ്ടി എനിക്ക് സാധിക്കും. വാഷിങ്ടൻ്റെ മെസ്സേജ് വർക്കേഴ്സിനും അതുപോലെ തന്നെ എൻജിനീയേഴ്സിനും എത്തിക്കാൻ എനിക്ക് സാധിക്കും. ഐ ഷോൾ ഡീകോഡ് ഹീസ് മെസ്സേജസ്. അദ്ദേഹത്തിൻ്റെ ഒരു കോഡ് ഭാഷയാണല്ലോ, അതെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഐ ഷാൾ ഡീകോഡ് ഹീസ് മെസ്സേജസ് ആൻഡ് റിലേ ദം ടു ദ ക്രൂ. അത് അവർക്ക് വേണ്ടി, ക്രൂവിന് വേണ്ടി എത്തിക്കാൻ എന്നെക്കൊണ്ട് പറ്റും. ടുഗദർ വി ഓൾ ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. നമുക്കൊരുമിച്ച് അത് സംഭവ്യമാക്കാം. ആൻഡ് മേ അവർ ഡ്രീം കം ട്രൂ. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ. എക്സ്പെക്റ്റിംഗ് എ ഫേവറബിൾ റിപ്ലൈ. അനുകൂലമായ ഒരു റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എമിലി വാറൻ റൂബ്ലിംഗ്. അടുത്തത് പ്രൊഫൈൽ എഴുതാനാണ്. കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പ്രൊഫൈലാണ്. അപ്പോൾ പ്രൊഫൈൽ എഴുതുന്ന ആളുടെ പേര് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മാർഗരറ്റ് അറ്റ്വുഡ് വാസ് ബോൺ ഇൻ ഒട്ടാവ, കാനഡ ഓൺ 18th November 1939. അപ്പോൾ ഇവിടെ ആദ്യത്തെ പോയിൻ്റ് ബോൺ എന്നുള്ളതായിരുന്നു അല്ലേ. ബോൺ എന്ന് പറഞ്ഞൊരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതിയതെന്ന് ശ്രദ്ധിക്കുക. മാർഗരറ്റ് അറ്റ്വുഡ് പേരെഴുതി, വാസ് ബോൺ. ബർത്ത് എന്നായിരിക്കും ചിലപ്പോൾ സാധാരണ അവിടെ കാണുന്നത്. ബർത്ത് എന്നാണെങ്കിൽ നമ്മളത് വാസ് ബോൺ എന്നാക്കിയിട്ട് എഴുതണം അല്ലേ. പേരെഴുതുക, അതിനുശേഷം വാസ് ബോൺ, പിന്നെ എവിടെയാണ് സ്ഥലം എന്ന് എഴുതുക. ഇൻ ഒറ്റാവ, കാനഡ. പിന്നെ ഡേറ്റാണ് കൊടുത്തുള്ളതെങ്കിൽ, അതായത് തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ ഓണെന്ന് ചേർത്തിട്ട് എഴുതുക. ഡേറ്റിന് മുമ്പിൽ ഓണെന്ന് ചേർക്കുക അല്ലേ. ഓൺ 18th November 1939. അല്ല, ഡേറ്റിലെ വർഷം മാത്രമാണെങ്കിൽ ഇന്നെന്ന് ചേർക്കുക. അടുത്തത് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ സ്റ്റഡീഡ് എന്ന് പറഞ്ഞുകൂടെ, അതുകൊണ്ടാണ് ഇവിടെ ഷീ സ്റ്റഡീഡ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവർ റാഡ്ക്ലിഫ് കോളേജിലേക്ക് പോയി. അപ്പോൾ ദെൻ ടുക്ക് ഹെർ മാസ്റ്റേഴ്സ് ഡിഗ്രി. അപ്പോൾ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, ദെൻ ഷീ മൂവ്ഡ് ടു റാഡ്ക്ലിഫ് കോളേജ് എന്ന് പറഞ്ഞാലും മതി. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. നമ്മുടെ ഈ പോയിൻ്റായിട്ട് ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ പോയിൻ്റായിട്ട് തന്നിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്ത് എഴുതിയാൽ മതി, ദെൻ ഷീ മൂവ്ഡ് ടു റാഡ്ക്ലിഫ് കോളേജ് എന്ന് എഴുതിയാൽ മതി. റാഡ്ക്ലിഫ് കോളേജ്, മാസച്യൂസെറ്റ്സ് അല്ലേ.
This Canadian poet is well known as a novelist, literary critic and essayist. അപ്പോൾ ഇവരുടെ ഒക്യുപ്പേഷനെ കുറിച്ച് പറയുന്നു. ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ ഹെർ ജോബ് വാസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഇവിടെ എന്തായിട്ടാണ്? ഷി വാസ് വെൽ നോൺ ആസ്, അത് പറഞ്ഞാൽ മതി. അവൾ പ്രശസ്തിയായത് പോയിറ്റായിട്ടും നോവലിസ്റ്റായിട്ടും ലിറ്റററി ക്രിറ്റിക് നിരൂപകയുമായിട്ടാണ്, സാഹിത്യ നിരൂപകയും എസ്സേയിസ്റ്റുമായിട്ടാണ്. നോട്ടബിൾ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെർ നോട്ടബിൾ വർക്ക്സ് ആർ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ, ഹെർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ഈ പറയുന്ന കൃതികളെല്ലാം ഉൾപ്പെടുന്നു. ഓക്കെ, അടുത്തത്, ഇമാജിൻ യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് an opportunity to talk with Annie Sullivan, the teacher of Helen Keller. Prepare 3 questions that you may ask her and their possible answers. 3 ചോദ്യവും 3 ഉത്തരവും. 3 ചോദ്യത്തിന് 3 മാർക്ക്, ഉത്തരങ്ങൾ 3 എണ്ണത്തിന് 3 മാർക്ക്, അങ്ങനെ 6 മാർക്ക്. അപ്പോൾ ആദ്യത്തെ ചോദ്യം റിപ്പോർട്ടർ ചോദിക്കുകയാണ്. ഞാനാണ് റിപ്പോർട്ടർ, അതുകൊണ്ട് ഐ എന്ന് എഴുതിയിട്ടുണ്ട്. ഐ, വെൻ ഡിഡ് യു മീറ്റ് ഹെലൻ കെല്ലർ ഫസ്റ്റ്? ഹെലൻ കെല്ലർ എപ്പോഴാണ് ആദ്യം കണ്ടത്? ഇറ്റ് വാസ് ഇൻ മാർച്ച് 1887 വെൻ ഐ വാസ് 20. എൻ്റെ 20ാമത്തെ വയസ്സിൽ, അതായത് 1887 ഹെലൻ കെല്ലറിനെ ആദ്യമായിട്ട് കണ്ടത്. ഹാവ് യു ഹാഡ് എനി സ്പെഷ്യൽ ട്രെയിനിങ് ടു ഡീൽ വിത്ത് എ ഡെഫ് ആൻഡ് ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് ലൈക്ക് ഹെലൻ? ഹെലൻ കെല്ലറെ പോലെ ഡെഫും ബ്ലൈൻഡുമായിട്ടുള്ള കുട്ടിയെ പരിശീലിപ്പിക്കാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറയുന്ന, ഓഫ് കോഴ്സ് ഐ ഹാഡ് സ്റ്റഡിഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ടു ഡീൽ വിത്ത് സച്ച് സ്റ്റുഡൻസ്. അടുത്തത്, വാസ് ഇറ്റ് എ ഈസി ടാസ്ക് ടു ഡീൽ വിത്ത് ഹെലൻ? ഹെലനെ ഡീൽ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ പറയുന്നു, ഷി വാസ് സംവാട്ട് സ്റ്റബേൺ 6-year-old ചൈൽഡ്. ചെറിയൊരു പിടിവാശിയുള്ള കുട്ടിയായിരുന്നു ഹെലൻ, 6 വയസ്സുകാരി. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി, അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ബട്ട് ഐ കുഡ് മാനേജ്, പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ഐ ഹെൽപ്പ് ഹെലൻ മേക്ക് അസോസിയേഷൻസ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ഫിസിക്കൽ ഒബ്ജക്ട്സ്. അപ്പോൾ എനിക്ക് ഹെലനെ സഹായിക്കാൻ പറ്റി, ഒബ്ജക്ട്സും വേർഡ്സും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലും വേർഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ വസ്തുവിനെയും കൂടി പരിചയപ്പെടുത്തുകയായിരുന്നു എൻ്റെ രീതി. അപ്പോൾ അത് മതിയോ? 3 ചോദ്യവും 3 ഉത്തരവായില്ലേ? നെക്സ്റ്റ്, ആഫ്റ്റർ റീഡിംഗ് ദ പോയം റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് യു ഡിസൈഡ് ടു പബ്ലിഷ് എ റൈറ്റ് അപ്പ് describing the pathetic conditions of refugees in the refugee camps. Prepare the write-up. റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് വായിച്ചതിന് ശേഷം അവിടുത്തെ റെഫ്യൂജി ക്യാമ്പിലെ പത്തറ്റിക് കണ്ടീഷൻസ്, അല്ലെ വളരെ ദയനീയമായ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതി, മിസറീസ് ഓഫ് ഇൽ ഫേറ്റഡ് പീപ്പിൾ ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. ദൗർഭാഗ്യവാന്മാരായ റെഫ്യൂജി ക്യാമ്പിലെ ആളുകളുടെ ദുരിതങ്ങൾ എന്നാണ് നമ്മൾ ടൈറ്റിൽ എഴുതിയത്. ബയോഫ്ര, ആഫ്റ്റർ സിവിൽ വാർ സ്ട്രക്ക് നൈജീരിയയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പീപ്പിൾ ആർ ബീയിങ് മൈഗ്രേറ്റഡ് ടു റെഫ്യൂജി ക്യാമ്പ്സ്. ആളുകൾ റെഫ്യൂജി ക്യാമ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, കുടിയേറി പാർക്കുന്നു. മോസ്റ്റ് ഓഫ് ദ മൂവ് ടു ബയോഫ്ര. പലരും ബയോഫ്രയിലെത്തി. ദ സഫറിങ്സ് ദേ ആർ ഹാവിങ് ദെയർ ആർ ബിയോണ്ട് ഇമാജിനേഷൻ. സങ്കല്പങ്ങൾക്കപ്പുറമാണ് അവിടെ ആളുകൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ. ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ബേസിക് നീഡ്സ്. അവർക്ക് പ്രാഥമിക സൗകര്യങ്ങളൊന്നുമില്ല. ഡിപ്രൈവ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്, ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. നോ ഗവൺമെൻറ് ഹാസ് ടേക്കൺ എനി മെഷേഴ്സ് ടു സപ്പോർട്ട് ദ റെഫ്യൂജീസ് ഓവർ ദ. ഒരു ഗവൺമെൻറ്റും അവിടെയുള്ള റെഫ്യൂജീസിന് വേണ്ടി ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. ദ ഇൽ ഫേറ്റഡ് മദേഴ്സ് ആർ വിറ്റ്നസിങ് ദ പിറ്റിഫുൾ ഡെത്ത് ഓഫ് ദെയർ ഇൻഫൻസ്. അവിടുത്തെ ദൗർഭാഗ്യവതികളായ അമ്മമാരെല്ലാം വിറ്റ്നസ് ചെയ്യാവുന്ന കാണുക എന്നാണ്. അവരിതിനെല്ലാം സാക്ഷികളാകുന്നു. എന്തിന്? ദ പിറ്റിഫുൾ ഡെത്ത് ഓഫ് ദെയർ ഇൻഫൻസ്. തങ്ങളുടെ മക്കളുടെ ദയനീയമായ മരണത്തെ കാണുകയാണ് അവർ. നത്തിങ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. കുടിക്കാനില്ല, തിന്നാനില്ല. ഹെൽപ്ലെസ് ആണ് അവർ. ചിൽഡ്രൻ ആൻഡ് ഗ്രോൺ അപ്സ് ആർ സ്റ്റാവിങ്. കുട്ടികളും മുതിർന്നവരും പട്ടിണിയിലാണ്. നോ സാനിറ്റേഷൻ. വൃത്തിയില്ലാത്ത സ്ഥലം, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ദ അൺവാഷ്ഡ് ചിൽഡ്രൻ ആൻഡ് സ്പ്രെഡിങ് ഡയറിയ മേക്സ് ദ സിറ്റുവേഷൻ ടെറിബിൾ. അവിടുത്തെ ഒരിക്കലും വാഷ് ചെയ്യാത്ത കുട്ടികളും, ഒരിക്കലും കുളിക്കുകയോ മറ്റുമൊന്നും ചെയ്യാത്ത കുട്ടികൾ, അതുപോലെ തന്നെ അവിടുത്തെ ഡയറിയ, വയറിളക്കത്തിൻ്റെ വ്യാപനം, ഇതെല്ലാം അവിടുത്തെ സിറ്റുവേഷൻ ടെറിബിളാക്കുകയാണ്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ടു ബറി ദ ഡെഡ്. മരിച്ചവരെ കുഴിച്ചിടാൻ പോലും പറ്റിയ സ്ഥലമില്ല. ഡെത്ത് ടേൺ ടു ബി എ ഡെയിലി ഫിനോമിനൻ ദർ. മരണം എന്നുള്ളത് ദിവസവും കാണുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സ്കൾ ആൻഡ് റിബ്സ് ആർ ലിവിങ് എ ലൈഫ് ഓഫ് ഹെൽ. ഒരു കൂട്ടം ആളുകൾ, അതായത് വെറും തലയോട്ടിയും വാരിയിലും തൊലിയുമായിട്ടുള്ള ആളുകൾ നരകതുല്യമായ ഒരു ജീവിതം നയിക്കുകയാണ് അവിടെ. സംബഡി ഹാസ് ടു കം ഫോർവേഡ് ഓർ ദ അതോറിറ്റീസ് ഹാസ് ടു ബി വിജിലൻറ്റ് ടു ബ്രിങ് റെസ്ക്യൂ ഓപ്പറേഷൻ ഹിയർ. ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വന്ന്
അതല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ, അതോറിറ്റീസ്, നടപടിയെടുക്കേണ്ട ആളുകൾ, അവരിവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി വളരെ ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട്. അതർവൈസ് ദിസ് പ്ലേസ് മേ ടേൺ ടു ദ ബിഗ്ഗസ്റ്റ് ഗ്രേവ്യാർഡ്. അതല്ലെങ്കിൽ ഇത് വലിയൊരു ശ്മശാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് മിസ്സിസ് പോപ്പോവ് ആൻഡ് സ്മിർനോവ്. Popov and Smirnov, the main characters in the play, the Boer, are both landowners. രണ്ടുപേരും landowners ആണ്. They both avoid contact with the opposite sex. Although they end up together. അവർ അവസാനം end up together means they became in a relationship. അവർ പരസ്പരം സ്നേഹബന്ധത്തിലാവുകയാണ്. പുരുഷ വിദ്വേഷ്യം സ്ത്രീ വിദ്വേഷ്യമാണെങ്കിലും അവസാനം അവരെന്താവുന്നു? They get into relationship. Popov lost her husband 7 months ago. പോപ്പോയ്ക്ക് ഹസ്ബൻഡിനെ 7 വർഷം മുമ്പ് നഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയാം. whom she later discovers unfaithful. ആ മരിച്ച ഭർത്താവ് അൺഫെയ്ത്ത്ഫുള്ളാണ്, തന്നോട് അനീതി കാണിക്കുന്ന ആളാണ്, തന്നോട് വിശ്വസ്തനല്ല എന്ന് കാണുന്ന ഭാര്യ. she says she is a faithful wife to husband and is not thinking of a remarriage. താൻ തൻ്റെ ഭർത്താവിനോട് വളരെ വിശ്വസ്തയാണെന്നും അതുപോലെ തന്നെ ഇനിയൊരു മാരേജിന് സ്കോപ്പില്ല എന്നും അവർ പറയുന്നുണ്ട്. She decides to lock herself up in her room as a show of fidelity. ഇപ്പോൾ വിശ്വസ്തതയുടെ പ്രതീകമായിട്ട് താൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയാൻ തീരുമാനിക്കുകയാണ് എന്നും അവർ പറയുന്നു. Smirnov appears to be the misogynist as he does not trust the opposite sex. അവിടെ സ്ത്രീ വിദ്വേഷിയായി ഓപ്പോസിറ്റ് സെക്സിനെ വിശ്വാസമില്ലാത്ത സ്മിർനോവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. Popov and Smirnov stand assertive with their opinion on the opposite sex. രണ്ടുപേർക്കും വിരുദ്ധ ആശയങ്ങളാണുള്ളത് ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച്. പോപ്പോ തിങ്സ് മെൻ ആർ അൺഫെയ്ത്ത്ഫുൾ. പോപ്പോവിനെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾ എന്ന് പറയുന്നത് ഡിസ്ലോയലാണ്, അല്ലെ, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. സ്മിർനോ ആണെങ്കിലോ തിങ്സ് ഇറ്റ് ഈസ് വുമൺ ഹു ആർ അൺഫെയ്ത്ത്ഫുൾ. സ്ത്രീകളാണ് അൺഫെയ്ത്ത്ഫുൾ എന്നാണ് പറയുന്നത്. ദോ എ ഹിപ്പോക്രറ്റ്, പോപ്പോവ് ആക്ട്സ് ഡീസൻ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ. ഒരു കപടനാട്യക്കാരിയാണെങ്കിലും പോപ്പോ ഒന്നുകൂടി ഡീസൻ്റായിട്ട് പെരുമാറുന്നുണ്ട്. സ്മിർനോ ആണെങ്കിലോ ഈസ് റൂഡ് ആൻഡ് സർക്കാസ്റ്റിക്, വളരെ പരുഷമായിട്ട് മറ്റുള്ളവരെ നിന്ദിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഫ്രം ദ ബിഗിനിങ് ഓഫ് ദെയർ കോൺവെർസേഷൻ, അവരുടെ കോൺവെർസേഷൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെയാണ് കാണുന്നത്. ബോത്ത് ഓഫ് ദം ഡോണ്ട് ടേക്ക് ദ മോറൽ ഹൈ ഗ്രൗണ്ട് ഇൻ റിയാലിറ്റി. യഥാർത്ഥത്തിൽ അത്ര മൊറാലിറ്റി ഒന്നും കീപ്പ് ചെയ്യുന്നവരല്ല അവർ പറയുന്നത് പോലെ, അല്ലേ, ദേ ആർ പ്രിറ്റൻഷ്യസ്. അവരെങ്ങനെയാണ്? വെറും അഭിനയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. Advertisements enhances the awareness of the public on various products and facilities available in the market. Write 3 points supporting and 3 points opposing the statement. പരസ്യങ്ങളെ കുറിച്ചാണല്ലേ. അഡ്വർടൈസ്മെൻറ്റ്സ് എൻഹാൻസസ്, പരസ്യങ്ങൾ ഉയർത്തുന്നു. എന്താണ്? ദ അവെയർനെസ്, ആളുകളുടെ ബോധം. എന്തിനെക്കുറിച്ചുള്ളത്? ഓഫ് ദ പബ്ലിക് ഓൺ വേരിയസ് പ്രൊഡക്ട്സ് ആൻഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വിവിധതരം സൗകര്യങ്ങളെയും പ്രൊഡക്ട്സിനെയും ഒക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള ജനങ്ങളുടെ അവബോധത്തെ അഡ്വർടൈസ്മെൻറ്റ് ഉയർത്തുന്നു എന്നാണ് വാദം. അപ്പോൾ ഈ ഒരു വാദത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും 3 പോയിൻ്റ് വീതം എഴുതാനാണ്. പരസ്യങ്ങൾ ആളുകളുടെ അവബോധം ഉയർത്തുന്നു എന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു 3 പോയിൻ്റ് എഴുതിയിട്ടുണ്ട്. ഇൻഫർമേറ്റീവ് അഡ്വർടൈസിങ് ക്രിയേറ്റ്സ് അവെയർനെസ് ഓഫ് ബ്രാൻഡ്സ്, പ്രൊഡക്ട്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. ഇൻഫർമേഷൻ തരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് എന്താണ്? നമ്മളിൽ ബ്രാൻഡ്സിനെ കുറിച്ച്, വിവിധ ബ്രാൻഡുകളെക്കുറിച്ചും പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച്, അവർ നൽകുന്ന സർവീസിനെ കുറിച്ച്, പുതിയ ആശയങ്ങളെക്കുറിച്ചെല്ലാം അവബോധം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇറ്റ് അനൗൺസസ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ക്യാൻ എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ ഓർ എസ്റ്റാബ്ലിഷ് പ്രൊഡക്ട്സ്. നിലവിലുള്ളതോ അല്ലെങ്കിൽ പുതിയതോ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചും പുതിയ പ്രോഗ്രാംസിനെ കുറിച്ചും ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അത് ജനങ്ങളെ തീർച്ചയായിട്ടും ബോധവൽക്കരിക്കും, എഡ്യൂക്കേറ്റ് ചെയ്യും. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ് ക്യാൻ കൺവേ എ സെൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് പെർമനൻസ് ഓഫ് ദ ബ്രാൻഡ്. ജനങ്ങൾക്ക് ഒരു ആശയം കൈമാറാൻ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നു. എന്താശയമാണ്? ഓഫ് ക്വാളിറ്റി. പരസ്യങ്ങൾ കാണുന്ന സമയത്ത് അതിൽ പറയുന്ന വസ്തുക്കൾക്ക് ക്വാളിറ്റി ഉള്ളതായിട്ടും അതുപോലെ തന്നെ ഈ കമ്പനി ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കും എന്നുള്ള ഒരു തോന്നലില്ലാതിരിക്കാനും, അതായത് പെർമനൻസ്, അല്ലേ, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സർവീസ് ആ കമ്പനി കൊടുക്കും അല്ലെങ്കിൽ ആ ബ്രാൻഡ് കൊടുക്കും എന്നുള്ളൊരു ബോധം അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ്, ആഡ്സ് ലീഡ്സ് ടു കോമ്പറ്റീഷൻ എമംഗ് ദ കമ്പനീസ് ഓർ ബ്രാൻഡ്സ് റിഗാർഡിംഗ് ക്വാളിറ്റി, കോസ്റ്റ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട്. നമുക്കറിയാം, ഏതൊരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും ബ്രാൻഡുകൾ തമ്മിലുള്ള, കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷന്, മത്സരത്തിന് വകവയ്ക്കും. എന്തിനെയൊക്കെ സംബന്ധിച്ച്? ക്വാളിറ്റി, കോസ്റ്റ്, കസ്റ്റമർ സപ്പോർട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് പറയുന്ന സമയത്ത് ഈ ബ്രാൻഡ്സ് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ
കസ്റ്റമേഴ്സ് ക്യാൻ ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുക്കാൻ ഒരുപാട് സൗകര്യം ഉണ്ടാവുകയാണ് അവിടെ. നെക്സ്റ്റ്, ആർഗ്യുമെന്റ്സ് ദാറ്റ് ഒപ്പോസ് ദ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. An ad plays on conscious or subconscious desires, beliefs, fears and insecurities to persuade customers and influence their behavior. തീർച്ചയായിട്ടും പരസ്യങ്ങൾ ആളുകളുടെ ചില അബോധ അല്ലെങ്കിൽ അർദ്ധബോധാവസ്ഥകളെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ടാവും, വിശ്വാസങ്ങൾ, ഭയങ്ങൾ, ചില തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി. ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചാൽ എങ്ങനെയാണ് മറ്റുള്ളവർ തങ്ങളെ മൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്, അഡ്വർടൈസ്മെൻറ്റ്സ് ചൂഷണം ചെയ്യുന്നുണ്ട്. ആളുകളുടെ വീക്ക്നെസ്സൊക്കെ ചൂഷണം ചെയ്തിട്ട് ആളുകളെ പേഴ്സ്വേഡ് ചെയ്യുന്നു, നിർബന്ധിക്കുന്നു. എന്തിനാ? തങ്ങളുടെ പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലേ? ആൻഡ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ, അവരുടെ സ്വഭാവത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇറ്റ് ക്യാച്ചസ് യു ഇമോഷണലി നോട്ട് റേഷണലി. നിങ്ങളെ അത് വൈകാരികമായിട്ടാണ് ബാധിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ്സ് നിങ്ങളുടെ വികാരത്തെയാണ് ഉൾക്കൊള്ളുന്നത്, അതല്ലാതെ നിങ്ങളുടെ ബുദ്ധിയെയല്ല. അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്ന സമയത്ത് ഇത് വേണം എന്നുള്ള തോന്നലുണ്ടാകാൻ കാരണം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നതുകൊണ്ടല്ല, നമ്മളൊരു ഇമോഷണലായിട്ട് അതിനെ കാണുന്നത് കൊണ്ടാണ്. മോസ്റ്റ് ഓഫൺ യുവർ നീഡ്സ് ആർ ഫ്രെയിംഡ് ബൈ ദ ആഡ്സ് ഇറ്റ് സെൽഫ്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ രൂപീകരിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ് തന്നെയാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ആ വസ്തു നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് തോന്നിക്കുന്നു അഡ്വർടൈസ്മെൻറ്റ്സ്. ഇറ്റ് മേക്സ് യു തിങ്ക് ലൈഫ് വിൽ ബി മോർ കളർഫുൾ ആൻഡ് ഈസിയർ ഇഫ് യു ബ്രോട്ട് ദ പ്രൊഡക്റ്റ്. നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ കളർഫുള്ളാവും, അല്ലേ, ഒന്നുകൂടി ഉഷാറാവും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകുന്നു. നെക്സ്റ്റ്, ആഡ്സ് ഓൺ പ്രിൻറ്റഡ് ആൻഡ് വിഷ്വൽ മീഡിയ ആർ വെരി എക്സ്പെൻസീവ്. അല്ല, അത്യാവശ്യം ചിലവുള്ള ഏർപ്പാടാണത്. ബിഗിനേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പെൻഡ് ഓൺ ഇറ്റ്. ഒരുപക്ഷെ തുടക്കക്കാർക്ക് ഇവരൊക്കെ അത് പ്രയാസമായിട്ട് തോന്നിയേക്കാം. ഇഫ് എ ബ്രാൻഡ് ഈസ് വെൽ ആക്സെപ്റ്റഡ് അമോങ് ദ പബ്ലിക്, ആളുകളെല്ലാം ഒരു ബ്രാൻഡ് സ്വീകരിക്കുന്ന സമയത്ത് ആൻഡ് ബിക്കംസ് എ സ്റ്റാറ്റസ് സിമ്പിൾ, അല്ലേ, ചില ബ്രാൻഡുകൾ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിട്ട് മാറാറുണ്ട്. ദേ ടെൻഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് പ്രൈസ്. അങ്ങനെ വരുന്ന സമയത്ത്, എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാകുന്ന സമയത്ത് അവയുടെ വില കൂട്ടുവാനും ഇടയാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെഗർ ഇൻ ദ സ്റ്റോറി, ദ ബെഗർ ഈസ് ഡ്രമാറ്റിക്കലി കോട്ട് ബൈ ദ പോലീസ്. നമുക്കറിയാം, പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ബെഗറെ. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ദ ലോക്കൽ കറസ്പോണ്ടന്റ് ഓഫ് ദ വില്ലേജ്. ഹൗ വിൽ യു റിപ്പോർട്ട് ദ ഈവൻറ്റ് ഇൻ എ ന്യൂസ് പേപ്പർ ദ നെക്സ്റ്റ് ഡേ? തൊട്ടടുത്ത ദിവസം ആ അറസ്റ്റിനെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? അറ്റംപ്റ്റ് ദ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ഹെഡിങ് വേണം. ഹെഡിങ് എഴുതിയിട്ടുണ്ട്, അല്ലേ? മിസ്റ്റർ ബെൽ ഈസ് അറസ്റ്റഡ് ഫോർ ത്രെഫ്റ്റ്. മോഷണത്തിന് ബെൽ അറസ്റ്റിലായി. ടു നോൾസ്, സ്ഥലത്തിൻ്റെ പേര് എഴുതി. നിക്കോളാസ് ടൂസൻഡ്, ബെൽ, അല്ലേ, വേണമെങ്കിൽ ബ്രാക്കറ്റിൽ പ്രായം വേണമെങ്കിൽ കൊടുത്തിട്ടില്ല. എ ബെഗർ ലീവിംഗ് അറ്റ് വാവിൽ വില്ലേജ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ ബൈ ദ പോലീസ് ഫോർ സ്റ്റീലിംഗ് ഫൗൾസ് ഫ്രം മിസ്റ്റർ ചിക്കറ്റ്സ് ഫാം യാർഡ്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ്, അല്ലേ? ഒരു ചെറിയൊരു പാരഗ്രാഫ് മതി, ഫസ്റ്റ് പാരഗ്രാഫ്. ഒരു 2-3 പാരഗ്രാഫിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ശ്രമിക്കുക. അതായത് ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യവും ആദ്യത്തെ പാരഗ്രാഫിൽ വേണം. ഇപ്പോൾ ഇവിടെ ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഉത്തരം, അല്ലേ, എപ്പോഴാണ് എന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആരാണ്? നിക്കോളാസ് ടൂസൻഡ് ആണ്, ബെഗറാണ്. എവിടെയാണ് താമസിക്കുന്നത്? വാവ് വില്ലേജിൽ. ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോലീസിനാൽ. എന്തിനു വേണ്ടി? ഫോർ സ്റ്റീലിംഗ് ഫൗൾസ് ഫ്രം മിസ്റ്റർ ചിക്കറ്റ്സ് ഫാം യാർഡ്. ചിക്കറ്റ് എന്ന കർഷകൻ്റെ ഫാം യാർഡിൽ നിന്ന് കോഴികളെ മോഷ്ടിച്ചതിന്. മെനി കംപ്ലയിൻസ് ഫ്രം ദ വില്ലേജേഴ്സ് വെർ രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് ഹിം ദീസ് ഡേയ്സ്, സേസ് ദ പോലീസ്. പോലീസ് പറയുന്നു വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കംപ്ലയിൻറ്റ് അയാൾക്കെതിരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബെൽ വാസ് ഫൗണ്ട് വാണ്ടറിങ് അറൗണ്ട് ദ ഫാം യാർഡ്. അദ്ദേഹം ആ ഫാം യാർഡിന് ചുറ്റും പോകുന്നത് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. വെൻ ചിക്കറ്റ് റീച്ച് ദ പ്ലേസ് ഹീ ഫൗണ്ട് ദ മാൻ ഹു കിൽ വൺ ഓഫ് ഹിസ് ഹെൻസ് ബൈ ത്രോയിങ് സ്റ്റോൺസ് അറ്റ് ഇറ്റ്. ചിക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് ആ മനുഷ്യൻ അതിൽ നടക്കുന്ന കോഴികളെ ഒന്നിനെ എറിഞ്ഞു കൊന്നിട്ടുണ്ടായിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫാം ഹാൻഡ്സ് ഹീ കുഡ് സീസ് ഹിം. അവിടുത്തെ ഫാം ഹെൽപ്പേഴ്സിൻ്റെ സഹായത്താൽ ബെല്ലിനെ പിടികൂടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഫാമർ അസേർട്ടഡ് ദാറ്റ്, ആ ഫാർമർ ഊന്നി പറയുന്നുണ്ട്, ഹി ഹാഡ് ബീൻ അറ്റാക്ഡ് ബൈ ഹിം. ഫാർമറെ അറ്റാക്ക് ചെയ്തു ആര്? ബെല്ല്. ആൻഡ് ഹാഡ് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഇൻ ഡിഫെൻഡിങ് ഹിംസെൽഫ്. സ്വയം പ്രതിരോധിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എന്നും ചിക്കറ്റ് വ്യക്തമാക്കി. ദെൻ ദ പോലീസ് അറൈവ്ഡ് ആൻഡ് ഷട്ട് അപ്പ് ഹിം ഇൻ ദ ടൗൺ ജയിൽ. പോലീസ് പിന്നെ വരികയും അവനെ ജയിലിലാക്കുകയും ചെയ്തു. ഫാമേഴ്സ് ആൻഡ് വില്ലേജേഴ്സ് ഷെയർഡ് ദെയർ ജോയ് വിത്ത് അസ് ഹാവിംഗ് ദ തീഫ് ബീൻ അറസ്റ്റഡ്. ഫാമേഴ്സും വില്ലേജേഴ്സും ഞങ്ങളുമായിട്ട് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈ കള്ളൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ. Next question. The life of Helen Keller changed a lot after the arrival of her teacher, Anne Sullivan. The teacher's inspiration helped Helen to reach heights, prepare a speech on the role of teacher,
ആസ് എ മോട്ടിവേറ്റർ ആൻഡ് എ മെൻറ്റർ. അപ്പോൾ ടീച്ചറുടെ റോളിനെ വ്യക്തമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു മോട്ടിവേറ്ററായിട്ടും മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡ് അല്ലേ, കുട്ടികൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആളെയൊക്കെയാണ് മെൻറ്റർ എന്ന് പറയുക. അപ്പോൾ മെൻറ്ററായിട്ടും മോട്ടിവേറ്ററായിട്ടും ഒരു ടീച്ചറുടെ റോളിനെ കുറിച്ചൊരു സ്പീച്ച് തയ്യാറാക്കാനാണ്. ഡിയർ ഫ്രണ്ട്സ്, എവരിവൺ വിൽ ഹാവ് എ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഇൻഫ്ലുവൻസ് ദം. എല്ലാവർക്കും അവരെ സ്വാധീനിച്ച കുറച്ച് ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും അതിലൊന്ന് ടീച്ചറാവും അല്ലേ. വൺ ഓഫ് ദം വിൽ ബി എ ടീച്ചർ. എ ഗുഡ് ടീച്ചർ ഹെൽപ്സ് ഹിസ് പീപ്പിൾസ് ടു ഐഡൻറ്റിഫൈ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ്. നല്ലൊരു ടീച്ചർ കുട്ടികളെ സഹായിക്കുന്നു. എന്തിന്? അവരുടെ ആന്തരികമായ കഴിവുകളെ ഉണർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി. ദേ ഡിറക്റ്റ് ദം ടു ലിവ് എ ലൈഫ് വർത്ത് ലിവിങ്. ഫലവത്തായ മൂല്യമുള്ള ഒരു ജീവിതം ജീവിക്കാൻ അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നു, അവരെ ഡയറക്റ്റ് ചെയ്യുന്നു ഒരു ടീച്ചർ. എ ഗുഡ് ടീച്ചർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഹി ക്യാൻ മേക്ക് തിങ്സ് ഈസിയർ ഫോർ യു. ഹി ക്യാൻ ഗൈഡ് യു ആൻഡ് ഹി ക്യാൻ ഇൻകൾക്കേറ്റ് സർട്ടൻ സോഷ്യൽ വാല്യൂസ്. അപ്പോൾ നിങ്ങളിൽ ചില സാമൂഹികമായിട്ടുള്ള മൂല്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഊട്ടി ഉറപ്പിക്കാൻ ടീച്ചേഴ്സിന് സാധിക്കും. ആസ് ഗാന്ധിജി റിമാർക്ഡ്, ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞത് എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ. എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരാളുടെ എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെൻ്റ് ആണ് എന്നാണ്. ഹി പ്രൊവൈഡ്സ് ഇൻ്റലക്ച്വൽ ആസ് വെൽ ആസ് ഇമോഷണൽ സപ്പോർട്ട് ടു സ്റ്റുഡൻസ്. ബുദ്ധിപരമായിട്ടുള്ളതും അതുപോലെ വൈകാരികവുമായിട്ടുള്ള എല്ലാ പിന്തുണയും അദ്ദേഹം കുട്ടികൾക്ക് നൽകുന്നു. ഹി വിൽ മോട്ടിവേറ്റ് ദം ബൈ ഹിസ് ഓൺ ആക്ട്സ് മോർ ദാൻ ഹിസ് വേർഡ്സ്. സ്വന്തം പ്രവൃത്തികളാലാണ് അദ്ദേഹം കുട്ടികളെ പ്രചോദിപ്പിക്കുന്നത്. തൻ്റെ വാക്കുകളേക്കാളുപരി അവരുടെ പ്രവർത്തനങ്ങൾ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നു. ഈവൻ എ ഫിസിക്കലി ഓർ മെൻ്റലി ചലഞ്ച്ഡ് പേഴ്സൺ ക്യാൻ ഷൈൻ ഇഫ് ഹി ഓർ ഷീ ഗെറ്റ്സ് നിയർ എ ഗുഡ് ടീച്ചർ. ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഹെലൻ കെല്ലറെ പോലെയുള്ള ഒരാൾ പോലും, അവനോ അവളോ ആയിക്കോട്ടെ, ഒരു നല്ല ടീച്ചറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും. ആൻ അൺബയസ്ഡ് ടീച്ചർ includes all types of students in his realm and holds them up to show their destination. പക്ഷപാതമില്ലാത്ത ഒരു ടീച്ചർ അല്ലേ, ആരോടും പ്രത്യേകിച്ച് വിവേചനമൊന്നുമില്ലാത്ത ഒരു ടീച്ചർ എല്ലാ തരത്തിലുള്ള കുട്ടികളെയും തൻ്റെ ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ആൻഡ് ഹോൾഡ്സ് ദം അപ്പ്, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ടു ഷോ ദെയർ ഡെസ്റ്റിനേഷൻ, അവരുടെ എയിം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. The bond between Helen Keller and Anne Sullivan is a good example for it. ഏറ്റവും വലിയ ഉദാഹരണം ഇവർ രണ്ടുപേരും തന്നെയാണ്. അടുത്തത് ആൻഡൺ ചെക്കോവിനെ കുറിച്ചിട്ടുള്ള പ്രൊഫൈൽ എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാം ഈ ബോൺ ഇൻ റഷ്യ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെ ജോയിൻ ചെയ്തിട്ടും എഴുതാൻ സാധിക്കും. നേരത്തെ നമ്മൾ മറ്റൊരു പ്രൊഫൈൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വെറൈറ്റി ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡൺ ചെക്കോ എന്ന ഹെഡിങ് നമ്മൾ എഴുതുന്നു. ആൻഡൺ പാവ്ലോവിച്ച് ചെക്കോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ആൻഡൺ ചെക്കോവ് എന്ന് എഴുതിയാലും മതി. അദ്ദേഹം ആരാണ്? റഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റഷ്യൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോബ് അല്ലേ, ഒക്യുപ്പേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പ്ലേ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? റഷ്യൻ, പ്ലേ റൈറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ഫിസിഷ്യൻ അല്ലേ, അങ്ങനെ നമ്മൾ എഴുതി. അതിനുശേഷമാണ് ബർത്തിനെ കുറിച്ച് പറയുന്നത്. വാസ് ബോൺ ഓൺ 29th January 1860. അപ്പോൾ ആൻഡൺ പൗലോവിച്ച് ചെക്കോ എന്നൊരു കോമ ഇട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഫിസിഷ്യൻ വരെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോമ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വാസ് ബോൺ ഓൺ 29th January 1860. പിന്നെ അവാർഡ്സിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഹി ഹാഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ, അല്ലെങ്കിൽ ഹി വാസ് ഓണേഡ് ബൈ മെനി അവാർഡ്സ് ലൈക്ക് പുഷ്കിൻ പ്രൈസ്. പുഷ്കിൻ പ്രൈസിനെ പോലെ, ഇവിടെ ഒരു അവാർഡിൻ്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പുഷ്കിൻ പ്രൈസിനെ പോലെ ഒരുപാട് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ കൃതികളെല്ലാം അവരുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ഉൾപ്പെടുന്നു. പിന്നെ ഡെത്ത് പറയുന്നുണ്ട്, ഡേറ്റും പറഞ്ഞിട്ട് അതുകൊണ്ട് ഓൺ എന്ന് പറഞ്ഞാൽ മതി. ഹി പാസ്ഡ് അവേ അല്ലേ, ഡെത്ത് ഡൈഡിന് പകരമായിട്ട് പാസ്ഡ് അവേ എന്ന് ഉപയോഗിക്കാം. ഹി പാസ്ഡ് അവേ ഓൺ 15th July 1904. നെക്സ്റ്റ്, ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫറായിട്ടുള്ള കെൽവിൻ കാർട്ടർ. അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ജമ്പിൾഡ് ഓർഡറിലാണ്. അതിനെ ഒന്ന് ഓർഡറിലാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വല്ലാത്തൊരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് കാണാൻ പാഠം പഠിക്കേണ്ട ആവശ്യകതയാണ് അല്ലേ. അപ്പോൾ ഏതായാലും ഇതൊന്നും ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. അതായത് ഇവിടെ നമ്പേഴ്സ് ക്രമത്തിൽ കൊടുത്തിരിക്കുകയാണ് വലതുഭാഗത്ത്. ഒന്നാമതായിട്ട് വരുന്നത് എന്താണ്? വർക്ക്ഡ് ഇൻ എ ക്യാമറ സപ്ലൈ ഷോപ്പ്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം ഓർഡറിലാക്കിയിട്ട് ഈ 1, 2, 3, 4 എന്ന് വലതുഭാഗത്ത് റെഡ് ലെറ്റേഴ്സിൽ കൊടുത്ത രീതിയിൽ തന്നെ എഴുതുക. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം തുടങ്ങുന്നത് ഫോട്ടോഗ്രാഫറിൻ്റെ കരിയർ തുടങ്ങുന്നത് ആദ്യം ക്യാമറ വിറ്റിട്ടാണ് അല്ലേ.
അപ്പോൾ എല്ലാവരും കടല വിറ്റിട്ടൊക്കെയാണ് വലിയ കോടീശ്വരന്മാരായിട്ട് പിന്നീട് മാറുന്നത്. അതുപോലെ ഇദ്ദേഹം ക്യാമറ വിറ്റിട്ടാണ് തുടക്കം. വെറുതെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആദ്യം ക്യാമറ വിറ്റ് നടന്നു, അങ്ങനെ ഒരു സൺഡേ എക്സ്പ്രസ് ട്രെയിനിൽ കയറിയിട്ട് ജോഹന്നാസ്ബർഗിൽ പോയി അവിടെ സ്റ്റാറായി. ക്യാമറ സപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരിക്കൽ പെട്ടെന്ന് സൺഡേ എക്സ്പ്രസ്സിൽ കയറണു, ജോഹന്നാസ്ബർഗിൽ പോയിട്ട് സ്റ്റാർ ആവണു. പിന്നെ ഒരു സൺഡേ ട്രിബ്യൂൺ എന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ സൺഡേ എക്സ്പ്രസ്, പിന്നെ എക്സ്പ്രസ് എന്നുള്ളതിലത്തെ ഇ, അത് കഴിഞ്ഞിട്ടാണല്ലോ ട്രിബ്യൂൺ എന്നുള്ളതിൻ്റെ ടി വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിനെ ഓർത്ത് വെച്ചാൽ മതി. ജോഹന്നാസ്ബർഗിൽ സ്റ്റാർ ആയതിനു ശേഷം ഒരു സൺഡേ ട്രിബ്യൂണിൽ നിന്ന് വീക്ക്ലി മെയിൽ കയറി റോയിറ്റേഴ്സിലെത്തുന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ ഇങ്ങനെ വെറുതെ തന്നു തന്നേയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ആക്കിയിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഹോപ്പ് മീറ്റിംഗ് യു അഗെയിൻ വിത്ത് മോർ. താങ്ക് യു.